ഇനി ഈ പണിയാണ് എൻ്റെ ഒരു അവസ്ഥ, എന്താണ് എൻ്റെ ഒരു കോലം. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ വാപ്പ ഈ പണിയെടുത്തിട്ടാണ് എന്നെ എൻ്റെ പെങ്ങളെ എൻ്റെ ഉമ്മനെയും എല്ലാം. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ് പൈസ ഉണ്ടാക്കുന്നത്, അത് വേറെ കേസ്. പക്ഷേ ലോകത്തിൽ മുഴുവനും ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ പണിയിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്ന, ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കി വിറ്റിട്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ ഉണ്ടാക്കി. യൂറോപ്പിലായാലും ചൈനയിലായാലും അവരുടെ നാട്ടിലൊക്കെ മുഴുവൻ അവർ തന്നെയാണ് കൺസ്ട്രക്ഷൻ പണി എടുക്കുന്നത്. ചൈനയിലൊക്കെ കണ്ടില്ല ഓരോന്നുണ്ടാക്കി വികസനങ്ങൾ. പക്ഷെ മലയാളികൾക്ക് ഭയങ്കര പുച്ഛ. ഞാൻ സകൃതകൃതാവായ നാട്ടുകാരെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മലയാളികൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരെയും കെട്ടുപണിക്ക് പോകുന്ന ആൾക്കാരെ, കെട്ടിടം പണിക്ക് കൺസ്ട്രക്ഷൻ പണിക്ക് പോകുന്ന ആൾക്കാരോടൊക്കെ ഭയങ്കര ഒരു പുച്ഛാണ്. അതെന്തായിരിക്കും അങ്ങനെ? ലോകത്ത് എവിടെ ചെന്നിട്ട്, ഇപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിലും എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും നമുക്കൊക്കെ ഇന്ന പണികൾ അറിയാമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. യൂറോപ്പിലായാലും ചൈനയിലായാലും അവരുടെ ചൈനയിലായാലും അവരുടെ നാട്ടിലൊക്കെ മുഴുവൻ അവർ തന്നെയാണ് കൺസ്ട്രക്ഷൻ പണി എടുക്കുന്നത്. ചൈനയിലൊക്കെ കണ്ടില്ല ഓരോന്നുണ്ടാക്കി വികസനങ്ങൾ. പക്ഷെ മലയാളികൾക്ക് ഭയങ്കര പുച്ഛം എന്ന് പറയാൻ കാരണം എന്താ പറയുക, കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, നമ്മൾ അറിയുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയും അതും ഇതൊക്കെ ഇടുന്ന ആളാണല്ലോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നലെ ഓനെ കണ്ടത്. അപ്പോൾ ഓൻ പറയും, ഇതാണോ പണി? ഈ പണിയാണ് എനിക്ക് നാട്ടിലെവിടെ നിന്നാൽ പോരാ, എൻ്റെ ഒരു അവസ്ഥ എന്താണ്, ഈ കൺസ്ട്രക്ഷൻ പണിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പുച്ഛ പണി എനിക്ക് ഓനോടാണ് പറയാനുള്ളത്. ഇനി കാണുന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ പണിയാണ് ഈ ലോകത്തിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഒരു പണിയാണ് കൺസ്ട്രക്ഷൻ പണി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഓക്കെ, കൺസ്ട്രക്ഷൻ പണിയും ഫുഡ് ഉണ്ടാക്കും. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ് പൈസ ഉണ്ടാക്കുന്നത്, അത് വേറെ കേസ്. പക്ഷേ ലോകത്തിൽ മുഴുവനും ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ പണിയിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്ന, ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കി വിറ്റിട്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത്. ഫുഡ് ഇല്ലാണ്ട് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. അതേമാതിരി വീടും ബിൽഡിങ്ങുകളും ഇല്ലാണ്ട് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. തിങ്ക് ബ്രെയിൻ. ആ മലയാളികൾക്ക് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പണിയാണ് എൻ്റെ ഒരു അവസ്ഥ, എന്താണ് എൻ്റെ ഒരു കോലം. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ വാപ്പ ഈ പണിയെടുത്തിട്ടാണ് എന്നെ എൻ്റെ പെങ്ങളെ എൻ്റെ ഉമ്മനെയും എല്ലാവരെയും, വാപ്പൻ്റെ അനിയന്മാരെല്ലാവരും ഒരുപാട് ആൾക്കാരെയും വാപ്പ ഈ കൺസ്ട്രക്ഷൻ പണി കൂലിപ്പണി എടുത്തിട്ടാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രഷ് മൂഡാണ്. അപ്പോൾ എല്ലാ കൺസ്ട്രക്ഷൻ കൂലിപ്പണി കെട്ടിട പണി എടുക്കുന്ന എല്ലാവർക്കും സല്യൂട്ട്. നിങ്ങൾ പൊള്ളി ടീമാണ്, അടിപൊളിയാണ്. ഞാനും പൊള്ളിയല്ലേ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ പറയട്ടോ. എന്തായാലും ആൾക്കാർക്ക് പുച്ഛാണ് മലയാളികൾക്ക്.